ആദ്യമായി ശ്രീ ഗണേശനെ ധ്യാനിച്ച് തടസ്സങ്ങളില്ലാതെ തുടങ്ങുന്ന കാര്യം വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് സരസ്വതിയോടും ഈ എഴുത്ത് തുടങ്ങുവാനുള്ള ആരംഭം കുറുക്കിയാണെന്നും ശ്രീ സായി സരസ്വതിയുടെ ഒരംഗമാണെന്നും സായിയുടെ ജീവിതമാകുന്ന ഗാനത്തെ ആലപിച്ച് ധ്യാനിക്കുന്നു. ബ്രഹ്മാവ് സൃഷ്ടികർത്താവ്, വിഷ്ണു പരിപാലകൻ, ശിവൻ അഴിവുകൾക്കധിപൻ എന്നീ മൂവരെയും വണങ്ങി ശ്രീ സായിനാഥൻ അവരിൽ ഒരുവനാണെന്നും നമ്മെ സംസാര സാഗരത്തിൽ നിന്നും കടന്നു ചെല്ലുവാൻ ഉപദേശിക്കുന്ന സദ്ഗുരുവാണെന്നും പറയുന്നു. 4. പരശുരാമൻ കടലിനെ നീക്കി കരയാക്കിയ കൊങ്കണദേശത്തിൽ അവതരിച്ച് എന്നെ കാത്തുരക്ഷിക്കുന്ന കുലദൈവമായ നാരായണ ആദിനാഥ ദൈവത്തെയും കുടുംബത്തിലെ ആദിപുരുഷനെയും നമസ്കരിച്ച് തന്റെ ഗോത്രത്തിൽ അവതരിച്ച് ധ്വരാധ്വജ മുനിയെയും മറ്റു ഋഷികളായ യജ്ഞവൽക്കൻ, ഭൃഗു, പരശുരാമൻ, നാരദൻ, വേദവ്യാസൻ, സനാകൻ, സദാനന്ദൻ, സനത് കുമാരൻ, ശുകൻ, ശൗതകൻ, വിശ്വമിത്രൻ, വസിഷ്ഠൻ, വാൽമീകി, വാമദേവൻ, ജൈമിനി, വംശവായൻ, നവയോഗീന്ദ്രൻ മുതലായവരെയും പുതിയ മഹർഷികളായ നിവർത്തി ജ്ഞാനദേവ്, സോംബാൻ, മുക്തിബായി, ജനാർദ്ദൻ, ഏകനാഥ്, നാമദേവ്, തുക്കാറാം, ഖനഖർ, നരഹരി എന്നിവരെയും വണങ്ങി തന്റെ മുത്തശ്ശൻ സദാശിവ്, അച്ഛൻ രഘുനാഥ്, തന്റെ ചെറുപ്പത്തിൽ തന്നെ പിരിഞ്ഞ് മരിച്ചുപോയ അമ്മ, അച്ഛൻ വഴിയുള്ള അമ്മായിക്കും അദ്ദേഹത്തെ വളർത്തിയ തന്റെ ജ്യേഷ്ഠനും വായനക്കാരെയും വണങ്ങി തന്റെ പ്രവൃത്തിക്ക് മുഴുവൻ മനസ്സ് ആദരവും തരണമേന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒടുവിൽ തന്റെ ഗുരു ശ്രീ സായിനാഥ് ദാത്രേയന്റെ അവതാരവും ബ്രഹ്മം ഒരു സത്യവും ലോകം വെറുമൊരു മായയുമാണെന്ന് ഉണർത്തിത്തന്ന ദൈവത്തെയും വണങ്ങി നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. പരശൻ, വ്യാസൻ, ചാണ്ഡില്യർ മുതലായവരുടെയും അഭിപ്രായത്തിന്മേലുള്ള പലവിധ ഭക്തിമാർഗങ്ങളെയും ചുരുക്കമായി വിവരിച്ച ശേഷം ഗ്രന്ഥകർത്താവ് താഴെ പറയുന്ന കഥയെ ആരംഭിക്കുന്നു. 1910 ഒരു ദിവസം രാവിലെ ഞാൻ സായിബാബയെ കാണുവാനായി ഷിർദിയിലെ മസ്ജിദിലെത്തി. അവിടെ കണ്ട കാഴ്ച എന്നെ അത്ഭുത പരവശനാക്കി. വായും മുഖവും കഴുകിയ ശേഷം ബാബ ഗോതമ്പ് പൊടിക്കുവാൻ ഒരുക്കം തുടങ്ങി. ഒരു ചാക്ക് നിലത്ത് വിരിച്ച് അതിന്റെ മേൽ തിരികെ 2 കരിങ്കല്ലുകൾ വൃത്താകൃതിയിൽ ഒന്നിന്മേൽ ഒന്ന് വെച്ചു. പിന്നീട് കുറെ ഗോതമ്പ് കയ്യിലെടുത്തു. അതിലുള്ള തോലും ഞണ്ടും ചവറും മറ്റും പുറത്തു കൊണ്ടുവന്നു കാറ്റിൽ വൃത്തിയാക്കി തിരികല്ലിലിട്ടു. ബാബ തന്റെ കയ്യിന്മേൽ വരുന്ന വസ്ത്രം ചുരുട്ടി മേൽപോട്ടാക്കി തിരികല്ലിൽ പ്രവർത്തിച്ചു തുടങ്ങി. വിഷയെടുത്താണ് ബാബ ജീവിതം കഴിയുന്നത്. ഒന്നും തന്നെ ശേഖരിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യാത്ത ബാബയ്ക്ക് എന്തിനാണ് ഗോതമ്പ്? ഇതേ വിചാരം അവിടെ വന്നിരുന്ന പലരിലും ഉണ്ടായി. പക്ഷേ ആർക്കും ബാബയോട് ചോദിക്കാനുള്ള ധൈര്യം വന്നില്ല. അല്പനേരത്തിനുള്ളിൽ ബാബ ഗോതമ്പ് തിരിക്കുന്ന വർത്തമാനം കാട്ടുതീ പോലെ ആ ഗ്രാമം മുഴുവൻ പരന്നു. മാത്രമല്ല ധാരാളം ആണുങ്ങളും പെണ്ണുങ്ങളും മസ്ജിദിലേക്ക് ഓടിയെത്തി. അവരിൽ ധൈര്യശാലികളായ 4 സ്ത്രീകൾ ബാബയുടെ കയ്യിൽ നിന്നും പൊടിക്കുന്ന യന്ത്രം പിടിച്ചു വാങ്ങി. ബാബയുടെ ലീലകൾ പാടിക്കൊണ്ട് അവർ പൊടിക്കുന്ന ജോലി തുടങ്ങി. ആദ്യം അതിയായ ദേഷ്യം വന്നെങ്കിലും ആ സ്ത്രീകളുടെ സ്നേഹവും താല്പര്യവും കണ്ട് ബാബ ചിരിക്കാൻ ആരംഭിച്ചു. ഗോതമ്പ് അരയ്ക്കുന്ന സമയത്ത് അവർ ഇപ്രകാരം വിചാരിച്ചു: ബാബയ്ക്ക് വീടില്ല, വസ്തുക്കളൊന്നുമില്ല, കുട്ടികളില്ല, നോക്കുവാനും ആരുമില്ല. മാത്രമല്ല സായി ഭിക്ഷയെടുത്ത് ജീവിക്കുന്നു. അതൊരു കാരണം. ഈ ഗോതമ്പ് പൊടി കൊണ്ട് അപ്പമോ റൊട്ടിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത്രയും ഗോതമ്പ് പൊടിച്ചു വെച്ച് ബാബ എന്ത് ചെയ്യും? ഒരു പക്ഷേ വളരെ ദയാലുവായതുകൊണ്ട് നമ്മൾക്ക് തന്നേക്കാം. ഇതാദി ആലോചനകൾ മുഴുകി അവർ ഗോതമ്പ് മുഴുവനും പൊടിച്ചിട്ട് തിരികല്ല് ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചു. ആ പൊടി മുഴുവനും 4 ഭാഗമാക്കി എടുത്തു വെച്ചു. എത്രയും പ്രശാന്തനും നിശ്ചലനും ദയാലുമായിരുന്ന ബാബ ഇത് കണ്ടപ്പോൾ അത്യന്തം കോപിഷ്ഠനായി പറഞ്ഞു: നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോ? ആരുടെ അച്ഛന്റെ സ്വത്താണ് നിങ്ങൾ അപഹരിക്കുന്നത്? ഞാൻ എന്താ നിങ്ങളോട് ഗോതമ്പ് കടം മേടിച്ചുവോ? എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ ഇതെടുക്കുന്നത്? ഇതെല്ലാം എടുത്ത് കൊണ്ടുപോയി ഗ്രാമത്തിന്റെ അതിർത്തികൾ വലിച്ചെറിയോ? ഈ സംസാരം കേട്ടതോടെ ആ സ്ത്രീകൾ ലജ്ജിതരായി. ആ പൊടി മുഴുവനും ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുചെന്ന് വിതറി. ഷിർദിവാസികളോട് ഇതെന്താണ് ബാബ കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു.
അതിനവർ പറഞ്ഞു, ബാബയുടെ പ്രവൃത്തി ബുദ്ധിപൂർവമുള്ളതായിരുന്നു. കോളറ പടരുന്നത് തടയാനുള്ള ഒരു ഉപായമായിരുന്നു അത്, അല്ലാതെ ഗോതമ്പ് പൊടിച്ചതല്ല പ്രധാനം. അന്നു മുതൽ കോളറ രോഗം ശമിക്കുവാൻ തുടങ്ങി. ആളുകൾ സന്തോഷഭരിതരാവുകയും ചെയ്തു. ഞാൻ വളരെ സന്തുഷ്ടനായി. അതേസമയം എന്റെ മനസ്സിൽ അതിയായ ജിജ്ഞാസ ഉണ്ടായി. ഞാൻ തന്നെത്താൻ ചോദിച്ചു, കോളറ രോഗത്തിന് ഗോതമ്പ് പൊടിക്കും തമ്മിൽ എന്താണ് ബന്ധം? ഇത് ഇങ്ങനെ അറിയും? ഈ സന്ദർഭം വിവരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും എഴുതുകയോ ഹൃദയം നിറയെ ബാബയുടെ ലീലകൾ പാടുകയോ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായി. ഈ മുകളിലത്തെ സംഭവം ശ്രീ സായി സച്ചരിതം പല ലീലകളിൽ എഴുതുവാൻ ഇത് ഒരു കാരണമായി ഭവിച്ചു. ബാബയുടെ ആശസ്സുകളും അനുഗ്രഹങ്ങളും കാരണം ഈ പ്രവൃത്തി നമുക്കെല്ലാം ശുഭമായി പരിണമിക്കുകയും ചെയ്തു. ആമേൻ. പൊടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന ആത്മീയം. ഷിർദിവാസികളുടെ കാഴ്ചപ്പാടിന് പുറമെ ഗോതമ്പ് സംഭവത്തിൽ ആത്മീയതയും കൂടിയുണ്ടെന്ന് കാണാം. ബാബ 60 വർഷക്കാലം ഷിർദിയിൽ വസിച്ചിരുന്നു. ഈ കാലങ്ങളിൽ എല്ലാ ദിവസവും പൊടിക്കുന്ന പണി ചെയ്തിരുന്നു. അദ്ദേഹം പൊടിച്ചത് മനുഷ്യരുടെ ക്ലേശങ്ങളെയും പാപങ്ങളെയുമാണ്. എല്ലാ ഭക്തന്മാരുടെയും പാപങ്ങളും മാനസികവും ശാരീരികവുമായുള്ള ക്ലേശങ്ങൾ, കഷ്ടതകൾ എന്നിവയാണ്. പൊടിക്കുന്ന യന്ത്രത്തിന്റെ 2 കല്ലുകൾ, മേലെയുള്ള കല്ല് ഭക്തിക്കും താഴെയുള്ളത് കർമ്മത്തിന് സമമായിരുന്നു. പിടി ബാബയുടെ ധ്യാനത്തിന് ഉതകുന്നതായിരുന്നു. എന്നുവെച്ചാൽ അറിവ് തന്നെ ഉണ്ടാക്കുക മനുഷ്യന് സാധ്യമല്ല. പക്ഷേ ഏതൊരുവൻ മുൻകൂട്ടി പ്രോത്സാഹിപ്പിച്ച ആഗ്രഹങ്ങൾ, പാപങ്ങൾ, ഇവയെ പൊടിച്ചു നുറുക്കിയ 3 ഗുണങ്ങൾ, സത്വം, രജസ്, തമസ്, ഇവയെ കൈക്കൊള്ളുന്നുവോ അവന് തന്നെ ഉണരുവാൻ സാധിക്കുന്നു. അഹങ്കാരം മൂർത്തമായ ഒന്നാണ്. അതിനെ അടക്കുവാൻ പല പ്രയാസം കാണും. ഈ സമയത്ത് കബീറിന്റെ ഒരു കഥ ഓർമ്മയിൽ വരുന്നു. ഒരു സ്ത്രീ ചോളം അരയ്ക്കുന്നത് കണ്ടിട്ട് ഗുരു കബീർ നിരഞ്ജനോട് പറഞ്ഞു, ഞാൻ കരയുകയാണ്. എന്തെന്നാ, കഷ്ടതകളെ ഈ ചക്രത്തിനടിയിൽ ഇട്ടിട്ട് അരയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതിന് ഗുരു മറുപടിയായി, പേടിക്കേണ്ട, അറിവാകുന്ന കൈപ്പിടിയെ ഞാൻ ചെയ്യുന്നത് പോലെ നല്ലവണ്ണം പിടിച്ചുകൊള്ളുക. പിന്നെ അറിവിനെ പുറത്ത് അലയാൻ വിടാതെ കൈപ്പിടിയുടെ അന്തർഭാഗത്ത് ചെല്ലുന്ന വിധത്തിൽ നിലനിർത്തുക. എന്നാൽ നീ രക്ഷപ്പെടും. തീർച്ചയാണ്. ശ്രീ സായിനാഥന് നമസ്കാരം. ആമേൻ.